ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. ജോലിയുള്ള ദിവസങ്ങളിൽ രണ്ടുപേർക്കും ജോലിക്ക് പോകണം, കുട്ടികളെ സ്കൂളിൽ അയക്കണം. അപ്പോൾ രാവിലത്തെ ഒരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർഡറായിട്ടും ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബസ് ലേറ്റ് ആവും, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവും, ഭക്ഷണം കഴിക്കാൻ സമയം ഉണ്ടാവത്തില്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സമയം ഉണ്ടാവും. അപ്പോൾ സമയം ഒരു 5:15 5:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഫ്രിഡ്ജിൽ നമ്മൾ റെഡിയാക്കി മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് പോയി ഫ്രഷായി എൻ്റേതായ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, കുറച്ച് കറക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. കാരണം അത് മതി. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റാൽ ആദ്യം എന്ത് ചെയ്യണം എന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, ലഞ്ചിന് എന്തൊക്കെയാണ് റെഡിയാക്കേണ്ടത്, അത് എത്ര ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവണം, എത്ര സമയത്തിനുള്ളിൽ ലഞ്ച് റെഡിയാവണം, എത്ര സമയത്തിനുള്ളിൽ ഏത് സമയത്തിൽ നമ്മളത് പാക്ക് ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ബാഗുകളിലേക്ക് ആക്കണം എന്ന് വരെയുള്ളൊരു ടൈമിങ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ രാവിലെ അങ്ങനെ വെപ്രാളം പിടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. വളരെ സ്ലോ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു രാവിലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ തലയ്ക്കുള്ളിലുണ്ടായിരിക്കണം. കിടക്കാൻ പോകുന്നതിന് മുന്നേ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് അത് തലയിൽ ലാസ്റ്റത്തെ ചിന്ത അതായിരിക്കണം. രാവിലെ എണീറ്റിട്ട് ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എനിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അത് മൈൻഡിലിട്ടുകൊണ്ട് നമ്മൾ കിടന്നിട്ടുണ്ട്. കൃത്യസമയത്ത് നമ്മൾ എണീക്കും. ഇനി അതെങ്കിലും വയ്യാഴിക എന്തെങ്കിലുമൊക്കെ ആയിപ്പോയിട്ട് നമ്മൾ താമസിച്ചാടുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ എണീക്കുകയും ചെയ്യും. നമ്മൾ ആലോചിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ അലാറത്തിന് ഒരു 10 മിനിറ്റ് മുന്നെയെങ്കിലും നമ്മൾ എണീറ്റിരിക്കും. നമ്മൾ എണീറ്റതിന് ശേഷമായിരിക്കും അലാറം പോലും അടിക്കുന്നത്. കാരണം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാവിലെ 5:15 എണീക്കണം. അപ്പോൾ നമ്മളതനുസരിച്ച് അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കൃത്യമായിട്ടും 5 മണിക്ക് നമ്മൾ എണീറ്റിരിക്കും. 5 മണിക്ക് നമ്മൾ എണീറ്റതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അലാറം പോലും അടിക്കുന്നത്. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ തലേന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ വന്നു, ചോറ് തിളപ്പിക്കാൻ അടുപ്പിലേക്ക് വെച്ചു. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനാണ്. അപ്പോൾ തലേന്ന് ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞ് അതിൻ്റെ കൂടുതൽ ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ കടുക് പൊട്ടിച്ച് അതൊന്ന് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി മൂടി വെച്ചാൽ മതി. വേറെ അരിയാൻ പോകേണ്ട, പെറുക്കാൻ പോകേണ്ട ഒന്നും വേണ്ട. പിന്നെ സവാള നമ്മൾ നേരത്തെ പൊളിച്ച് റെഡിയാക്കി വെച്ചിരുന്നതുകൊണ്ട് നമ്മൾ അരിയുമ്പോൾ കണ്ണ് നിറയുകയല്ല. ഫ്രിഡ്ജിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കഴുകിയിട്ട് തുടച്ച് വെക്കാം. അതല്ലെങ്കിൽ അന്നേരം അരിയാൻ നേരത്തെ കഴുകിയാലും മതി. പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാ ഉള്ളി, മുളക്, സവാള എല്ലാ സാധനങ്ങളും ഇങ്ങനെ പൊളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എടുത്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നു പോയി. അതുകൊണ്ട് രാവിലെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കടലക്കറി വെക്കാനാണ്. കടലക്കറി തലേന്ന് തന്നെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം വേവിച്ചും വെച്ചിട്ടാണ് കിടന്നത്. അതുപോലെ തന്നെ തേങ്ങ വറുത്തത് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ ആവശ്യത്തിനുള്ളത് പാനിലേക്കിട്ട് ചൂടാക്കി അതിനാവശ്യമുള്ള പൊടികളും ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. പെട്ടെന്നാവും. കാരണം പിന്നെ നമ്മൾ ഒത്തിരി സമയം വേണ്ട. ജസ്റ്റ് തേങ്ങ ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊടിയും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ വെണ്ടയ്ക്ക ചെറിയ തീയിലിനി ആയാൽ മതി. കുറേ സമയം വേണം. മെഴുക്കുവരട്ടികളെല്ലാം കുറേ സമയം എടുത്ത് വേണം നമുക്ക് റെഡിയാക്കാനായിട്ട്. അതുകൊണ്ട് ഞാനത് തീ കുറഞ്ഞ അടുപ്പിലേക്ക് മാറ്റി. തലേന്ന് തന്നെ ചിക്കൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മസാലകളൊക്കെ ചേർത്ത്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ സവാള പെട്ടെന്ന് അരിഞ്ഞ് വഴറ്റിയെടുക്കുന്നുണ്ട് കടലക്കറിക്കുള്ളത്. അപ്പോൾ രാവിലെ ദോശ ഇട്ടുകൊണ്ടൊന്നും ഇരിക്കാൻ സമയമില്ലാത്തതും അത്രയും സമയം നമുക്ക് ദോശ ഓരോരുത്തർക്ക് ചുറ്റും അല്ലെ എണ്ണി ചുടണം, രണ്ടെണ്ണം വീതം. അങ്ങനത്തെ പിശുക്കൊക്കെ ഞാൻ കാണിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ ഇട്ടാൽ ഇവിടെ ആർക്കും വലിയ മീച്ചമില്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, മോൾക്കും ഇഷ്ടമാണ്. ഇഡ്ഡലി ആണെങ്കിൽ താല്പര്യം. പിന്നെ കടലക്കറി ഇഡ്ഡലി ഒരു കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് നമ്മൾ ഉണ്ടാക്കുന്നു അത് കഴിക്കുമ്പോൾ അതൊരു കോമ്പിനേഷനായി എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനങ്ങനെയാണ് കഴിച്ചു നോക്കും. നല്ലതാണെങ്കിൽ അടുത്ത തവണ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ കടലക്കറിയാണ്. പിന്നെ കുറച്ച് കടലേ ഞാനിപ്പോൾ കറി വെക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് എടുത്ത് അതിനകത്ത് നമുക്ക് ഓൾറെഡി മസാലകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ബാക്കിയുള്ള കടല അങ്ങനെ തന്നെ ആ ഒരു എണ്ണയിലേക്ക് ചിക്കൻ വറുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയായിട്ട് കിട്ടും. അപ്പോൾ അത് ചോറിന് പൊതി കിട്ടുമ്പോൾ
അതിലേക്ക് വെക്കാമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകി പോവുക, ലാസ്റ്റ് ഒരുപാട് പാത്രം വരില്ല. എനിക്ക് രാവിലെ ഒരുപാട് പാത്രങ്ങൾ വരാറില്ല, വൈകുന്നേരമാണ് കൂടുതലായിട്ടും പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ വരുന്നത്. കാരണം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് കുട്ടികളുടെ പാത്രം, എൻ്റെ ലഞ്ച് ബോക്സ്, കുട്ടികളുടെ ലഞ്ച് ബോക്സ്, ചേട്ടായുടെ ലഞ്ച് ബോക്സ്, അങ്ങനെ ലഞ്ച് ബോക്സുകളും വൈകുന്നേരത്തെ ചായ കുടിയും കഴിയുമ്പോൾ ഒരു തച്ച് കഴുകാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്താഴം കഴിഞ്ഞ് ഈ കലങ്ങളും പാത്രങ്ങളും എല്ലാം കഴുകാനുണ്ടാവും. വൈകുന്നേരമാണ് എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുള്ളത്, രാവിലെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനില്ല. പിന്നെ വൈകുന്നേരം ഞാൻ എല്ലാം കഴുകി കിച്ചൺ നല്ല നീറ്റാക്കി ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും തുടച്ച് പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടേ കിടക്കുകയുള്ളൂ. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുന്നത് നമ്മുടെ മൂടങ്ങ് പോകും. അവിടെ ഇവിടെയൊക്കെ അളിഞ്ഞു വാരി കിടന്ന് എല്ലാം ക്ലിയർ ആയിട്ട് വെച്ചിട്ട് കിടക്കുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ആ ക്ലീൻ ആയിട്ടുള്ള കിച്ചണിൽ നിന്ന് നമുക്ക് പണിയെടുക്കാനായിട്ടൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടേക്കാമെന്ന് വിചാരിച്ചു. ആ നേരത്തിന് ചേട്ടായി ഈ വെള്ളം നമുക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം വാട്ടർ ബോട്ടിൽ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി പെറുക്കി എടുത്ത് അതിലേക്ക് മാറ്റുവാണേ. നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ മിച്ചമുള്ള കടലയങ്ങ്, അപ്പം വലിയ എരിവും ഇല്ല, എന്നാൽ നല്ല ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും, ചോറിന് കൂട്ടാൻ നല്ലതാണേ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മറ്റേ അടുപ്പിലേക്ക് ഞാൻ കാടമുട്ടയാണ് മക്കൾക്ക് കൊടുക്കുന്നത്, അപ്പോൾ 2 എണ്ണം വെച്ച് 2 പേർക്കും. അപ്പോൾ കാടമുട്ട പുഴുങ്ങാനിട്ടു. ഞങ്ങൾക്ക് 2 പുഴുങ്ങിയ മുട്ട, 2 കോഴിമുട്ടയും കൂടെ. ഇനി അത് എനിക്ക് മുട്ട പുഴുങ്ങി തിന്നാൻ ഒട്ടും ഇഷ്ടമില്ല, അല്ലെ അതിനുള്ളൊരു മുളക് ചമ്മന്തി ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ സാധാരണ വയ്ക്കാറുണ്ട്, ഒരു മുളക് ചമ്മന്തി. അപ്പം പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ ഞാൻ ആ മുളക് ചമ്മന്തി കൂട്ടിയാണ് കഴിക്കാറ്. ഇപ്പോൾ എൻ്റെ മുളക് ചമ്മന്തിയുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്, അടുത്ത ട്രിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ചത്തെ മീൽ പ്ലാനിലേക്കാണ് ഞാൻ അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം പുഴുങ്ങിയ മുട്ട തിന്നാൻ ഭയങ്കര മടിയാണ്, അല്ല ഞാൻ ഓംലെറ്റ് ആക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താണെങ്കിലും രാവിലെ പുഴുങ്ങിയ മുട്ട തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയായി വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ഇഡ്ഡലിയും കൂടെ റെഡിയാക്കി വെച്ചു. ഇഡ്ഡലി മാവ് ഇച്ചിരി പുളി കുറവായിരുന്നു, പിന്നെ ഒത്തിരി പുളിച്ച് പോയത് ഇവിടെ ആരും കഴിക്കുകയില്ല. അപ്പോൾ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നെങ്കിലും അങ്ങ് റെഡിയായി വന്നിട്ട്. പക്ഷേ വൈകുന്നേരം ഞാൻ വന്ന് ചുട്ടപ്പോൾ നല്ല പാകത്തിന് കിട്ടിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ചായ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് സമയം ഇനിയിപ്പോൾ 7:30ക്കാണ് കേട്ടോ എൻ്റെ ലഞ്ച് പാക്കിങ്. 7:30 ആകുമ്പോൾ കൃത്യം 7:45 കൂടി എനിക്ക് ലഞ്ച് പാക്കിങ് കംപ്ലീറ്റ് ആക്കിയാൽ എനിക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണവും കഴിച്ച് മക്കളെ റെഡിയാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 7:30 കഴിഞ്ഞു. 7:30ക്കും 7:45 ഇടയ്ക്ക് മസ്റ്റായിട്ടും എല്ലാം റെഡി ആയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലഞ്ചിനുള്ള എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം ഇപ്പോൾ ലഞ്ച് ചായയും കൂടി എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലിയും കൂടെ റെഡിയായി വരും. അപ്പം മക്കൾ റെഡിയായി വരുമ്പോഴത്തേനും അവർക്ക് കഴിക്കാനുള്ള പാകത്തിന് ചൂടിൽ ആയിട്ടിരുന്നോളും. പിന്നെ ചായ ഇടുമ്പോൾ ഞാൻ 2-3 ഏലക്കയുടെ തരി ഇടാറുണ്ട്. ഏലക്ക മുഴുവനായിട്ട് ഒരിക്കലും ഇടരുത് കേട്ടോ, ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് പറയുവാണ്. നല്ല രീതിയിൽ വിഷമൊക്കെ അടിച്ചിട്ടാണ്, കീടനാശിനികളൊക്കെ അടിച്ചിട്ടാണ് അത് വരുന്നത്. അപ്പോൾ എപ്പോഴും അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ മറ്റേ തരി മാത്രം എടുത്ത്, ആ കുരു മാത്രം എടുത്തിട്ട് നമ്മൾ ചായക്കകത്തൊക്കെ ഇടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ തരി മാത്രമായിട്ട് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏലക്ക ഉള്ളത് കൊണ്ട് നമുക്ക് തരിയായിട്ട്, പിന്നെ എനിക്കൊരു ഫ്രണ്ട് കൊണ്ട് കറക്റ്റായിട്ട് തരി തീരുമ്പോൾ അവർക്ക് ഈ ഏലക്ക ഉണങ്ങുന്ന സംഭവമുണ്ട്, അപ്പോൾ ആ സ്റ്റോറിൽ നിന്ന് എനിക്ക് കൊണ്ടുത്തരും തരി തന്നെയായിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് ചായയുടെ പൊടിയുടെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചായക്കൊക്കെ എടുക്കാൻ എളുപ്പമുണ്ട്. ചായപ്പൊടിയുടെ കൂട്ടത്തിൽ ഇച്ചിരി പൊടിച്ച് ഏലക്കയും കൂടെ പൊടിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അന്നേരം എടുക്കാനും പെറുക്കാനും ഒന്നും പോകണ്ട. ചായപ്പൊടി ഇടുമ്പോൾ തന്നെ ആ ഏലക്കായുടെ ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. മൂസ് രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ചായ കുടിക്കാനായിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇനി അവളുടെ ചായ കുടിയുടെ സമയമാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ കൊടുക്കും. ആ സമയത്ത് ഫുഡ് കഴിപ്പിക്കാൻ രാവിലെ നല്ല പാടാണ്. അപ്പോൾ അതാ ഡ്യൂട്ടി ചേട്ടായി ഏറ്റെടുത്തോളും. ചേട്ടായി സമയമെടുത്ത് വാരി പെറുക്കിയും പറഞ്ഞും ഒക്കെ ആയിട്ട് കൊടുത്തോളും. പിന്നെ എനിക്ക് കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ടേ പോകുള്ളൂ. പിന്നെ ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ കാണുള്ളൂ മിച്ചം കഴുകാനായിട്ട്. അത് ഞാൻ സിങ്കിലിട്ടിട്ട് പോകും, വൈകുന്നേരം വരുമ്പോൾ കഴുകും. ഇനി എൻ്റെ പൊതികെട്ട് പരിപാടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഈ പൊതി കെട്ടാനാണ്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കെട്ടണം. ഇപ്പോൾ കുഞ്ഞിതിനാണെങ്കിൽ ഒരു രീതിയിൽ കെട്ടണം, അതിന് ചോറ് മതി, പിന്നെ ചാറ് കറി, അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് ചോറ് പൊതി കെട്ടാൻ നേരത്ത്. അങ്ങനെ പൊതിയൊക്കെ കെട്ടി റെഡിയാക്കി മൂത്തയാൾ റെഡിയായിട്ട് വന്ന് അവൾ സ്വന്തമായിട്ടെല്ലാം റെഡിയായിക്കോളും. റെഡിയായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വേണ്ടി രാവിലെ ഒന്നിച്ചാരും കഴിക്കാൻ സമയം കിട്ടാറില്ല കേട്ടോ, കാരണം നമ്മളെല്ലാവരും പല സമയത്താണ് കഴിക്കുന്നത്. പിന്നെ അവൾ കഴിക്കുന്നു. പിന്നെ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ നോക്കി കറക്ഷൻ ചെയ്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി റെഡിയാക്കി
പിന്നെ ഞാൻ വേഗം പോയി, എനിക്ക് ഈ പെരയ്ക്കകത്ത് നിന്ന് മുടി ചീവുന്ന ഇഷ്ടമല്ല കേട്ടോ. പെരയ്ക്കകത്തൂടെ എല്ലാം മുടി വീണ് കിടക്കും. അപ്പോൾ ഞാൻ മുറ്റത്ത് പോയിട്ടാണ് കേട്ടോ മുടി ചീവുന്നത്. മുടിയൊക്കെ ചീവി എല്ലാവരുടെയും ബാഗൊക്കെ അച്ചാച്ച ലഞ്ച് ബോക്സും വെള്ളമൊക്കെ എടുത്ത് റെഡിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മൂത്തവൾ അവളുടെ ബാഗൊക്കെ റെഡിയാക്കി. ഇനി ചെറിയ ആളുടെ മുടി ഒന്ന് കെട്ടിക്കൊടുക്കണം. അതാണ് ഇനി എനിക്കുള്ള ഡ്യൂട്ടി. അച്ചാച്ച ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഡ്രസ്സും മാറിപ്പിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പണി എന്ന് പറയുന്നത് അവളുടെ മുടി കെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇച്ചിരി ലെങ്ത് ഉണ്ട് മുടി. തലേന്ന് തന്നെ ഞാൻ ജടയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കും, കെട്ടി വെച്ചേക്കും. അല്ലെങ്കിൽ രാവിലെ ജട കളയാനൊക്കെ നമുക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ബാഗ് ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് പുസ്തകമൊക്കെ വൈകുന്നേരം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കും. പിന്നെ ഇവളൊരു അടുക്കിപ്പുറക്ക് ചിലപ്പം രാവിലെ നടത്തും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ടൈം ടേബിൾ അനുസരിച്ചുള്ള ബുക്കൊക്കെ പുറത്ത് കിടക്കും. പക്ഷേ അത് ശ്രദ്ധിക്കാണ്ട് സ്കൂളിൽ ഞാൻ കൊണ്ടുപോയിട്ട് കേട്ടോ പലതവണ. സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ പകുതി ബുക്ക് കാണത്തില്ല. അത് സ്വന്തമായിട്ടൊരു അടുക്കിപ്പുറക്കും കൊണ്ട് രാവിലെ കയറും. അതുകൊണ്ട് ഞാൻ ബാഗ് എടുത്ത് മാറ്റി വെക്കും. അല്ലെങ്കിൽ അവളുടെ അടുക്കിപ്പുറക്ക് കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പോൾ മൂത്തയാൾ പയ്യെ അങ്ങ് നടന്നു പോയി. നമുക്ക് 8:38 40 ആകുമ്പോഴത്തേനും വണ്ടി വരുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി സ്ലോ ആക്കി, കാരണം വണ്ടിയുണ്ട് നമുക്ക്, ചേട്ടായുടെ റൂട്ട് വണ്ടിയുണ്ട്. അപ്പോൾ ചേട്ടാ നമ്മളെ മുകളിലേക്ക് ആക്കിയത് വിട്ടോളും. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. എല്ലാവരും സമാധാനപരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ ഇറങ്ങാൻ പോകും. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒരിത്തിരി തിരക്ക് വരുന്നത്. എല്ലായിടത്തും കൊണ്ട് ഈ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു തിരക്ക് വരും. അപ്പം ഇതാണ് ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാവിലെ സമാധാനപരമായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. അപ്പം നമ്മളിതാ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വന്നിട്ടില്ല, നമ്മളവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെയൊരു ടൈമിങ് നമുക്ക് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ വളരെ വൃത്തിയായിട്ട് നടന്നു പോകും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഇന്ന സമയത്തിനുള്ളിൽ ഇന്നത് റെഡിയാക്കണം. അതിപ്പോൾ എന്ത് കാര്യമാണേലും അതെ, നമ്മൾ തലേന്ന് കിടക്കുന്നതിന് മുന്നേ ആ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കിടക്കുക. ചെറിയൊരു പ്ലാനിങ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നാലും നമുക്കത് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. ഞാൻ മീൽ പ്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.